Good morning, children. Today we'll do one more problem using centroid. So here's the question. Determine the coordinates of the center of a 40 millimeter diameter circle to be cut in a thin plate so that this point will be the centroid of the remaining shaded area shown in figure. ഓക്കെ, അപ്പം ഇത്രയും നാൾ നമ്മൾ ചെയ്തതൊക്കെ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരുന്നു. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് determine the coordinates of the center of a 40 millimeter diameter circle to be cut in a thin plate so that this point will be the centroid of the remaining shaded area as shown in figure. നമുക്ക് ഇങ്ങനെ ഒരു തിൻ പ്ലേറ്റ് ഉണ്ട്. അതിൻ്റെ നടുക്കുന്ന നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു 20 millimeter ഡയമീറ്റർ ഉള്ള ഒരു 20 millimeter റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കട്ടൗട്ട് ചെയ്യണം. അപ്പം നമ്മളത് എവിടെ നിന്ന് കട്ടൗട്ട് ചെയ്താൽ ഇതിൻ്റെ സെൻറ്റർ തന്നെ ഈ റിമൈനിങ് പോർഷൻ്റെ സെൻട്രോയിഡ് ആയിട്ട് വരും. അപ്പോൾ ആ പർട്ടിക്കുലർ പോയിന്റിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകൂടെ പറയാം. ഡിറ്റർമിൻ ദ കോർഡിനേറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് എ 40 millimeter ഡയമീറ്റർ സർക്കിൾ. 40 millimeter ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ആ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ആ സർക്കിൾ കട്ടൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻറ്റർ ആയിരിക്കും ഈ റിമൈനിങ് പോർഷൻ്റെ സെൻട്രോയിഡ് ആയിട്ട് വരേണ്ടത്. അങ്ങനെ ആണെങ്കിൽ ഈ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ തിൻ പ്ലേറ്റ്. ഇവിടെ അതിന് 60 millimeter ഡെപ്ത് ഉണ്ട്, 80 millimeter വിഡ്ത്ത് ഉണ്ട്. അതിനുള്ളിൽ നിന്നാണ് നമുക്ക് 40 millimeter ഡയമീറ്റർ, അതായത് 20 millimeter റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കട്ടൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. സിൻസ് ദ സെൻട്രോയിഡ് ഓഫ് ദ ഷെയ്ഡഡ് ഏരിയ ആൻഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആർ അറ്റ് ദ സെയിം പോയിന്റ്, let G3 x bar y bar be the coordinates of the center of the circle. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്ന കണ്ടീഷൻ എന്താണ്? ഈ ഷെയ്ഡഡ് ഏരിയയുടെ സെൻട്രോയിഡും ഈ സർക്കിളിൻ്റെ സെൻറ്ററും ഒരേ പോയിന്റിൽ വരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിനെ നമുക്ക് സെൻട്രോയിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എക്സ് ബാർ വൈ ബാർ എന്ന് വിളിക്കാം. അതിൻ്റെ സെൻറ്ററിനെ അതിനെ നമ്മൾ തേർഡ് പോർഷനായിട്ട് എടുക്കുവാണെങ്കിൽ അതിൻ്റെ സെൻട്രോയിഡിനെ G3 എന്നും കോർഡിനേറ്റിനെ എക്സ് ബാർ വൈ ബാർ എന്നും വിളിക്കാം. സാധാരണ നമ്മളങ്ങനെ പോർഷൻ എടുക്കുമ്പോൾ G3 x3 y3 എന്നാണ് എടുക്കാറ്. ഇവിടെ എക്സ് ബാർ വൈ ബാർ എന്ന് എടുക്കാൻ കാരണം എന്താണ്? ആ G3 എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ് സെൻട്രോയിഡ് ആയിട്ട് വരേണ്ടത്. അതുകൊണ്ടാണ് അതിനെ എക്സ് ബാർ വൈ ബാർ എന്ന് എടുത്തത്. അപ്പോൾ ഈ ഹോൾ സെക്ഷനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ, ഒരു ട്രയാങ്കുലർ സെക്ഷൻ, അതിനുള്ളിൽ നിന്നൊരു സർക്കുലർ സെക്ഷൻ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ 3 സെക്ഷനായിട്ട് എടുക്കാം. സോ റെക്റ്റാങ്കുലർ സെക്ഷനെ 1 എന്നും ട്രയാങ്കുലർ സെക്ഷനെ 2 എന്നും ഈ സർക്കുലർ സെക്ഷനെ 3 എന്നും വിളിക്കാം. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ അതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ വരുന്നു G1 x1 y1. ട്രയാങ്കിൾ അതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ വരുന്നു G2 x2 y2. പിന്നെ സർക്കിൾ അതിൻ്റെ സെൻട്രോയിഡും ഈ ഹോൾ ലാമിനയുടെ സെൻട്രോയിഡും ഒരേ പോയിന്റ് വരുന്നു G3 x bar y bar. ഇനി നമ്മൾ നേരത്തെ ചെയ്യാറുള്ളത് പോലെ തന്നെ പോർഷൻ 1 എടുക്കുക, അതിൻ്റെ ഏരിയ സെൻട്രോയിഡ്, പോർഷൻ 2 ഏരിയ സെൻട്രോയിഡ് ആൻഡ് പോർഷൻ 3 ഏരിയ സെൻട്രോയിഡിൻ്റെ ഇക്വേഷൻസ് എഴുതാം. സോ പോർഷൻ 1 ഏരിയ A1 ആണ്, റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ എത്ര വരും? 40 × 60 ആണ് അതിൻ്റെ ഏരിയ വരുന്നത്. സോ 40 × 60 2400 mm². നെക്സ്റ്റ് അതിൻ്റെ സെൻട്രോയിഡ് G1. സോ ഇത് രണ്ടുമാണ് റെഫറൻസ് ആക്സസ്. സോ റെഫറൻസ് ആക്സസിൽ നിന്ന് ഈ G1ൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞേ. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് തന്നെ അത് ഹാഫിലായിരിക്കും ഇരിക്കുന്നത്. സോ 40/2 ഇങ്ങോട്ടും മുകളിലേക്ക് 60/2. സോ 40/2, 60/2 ദാറ്റ് ഈസ് 20 30. അതിനെയാണ് നമ്മൾ x1 y1 എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഈസ് പോർഷൻ 2 വിച്ച് ഇസ് എ ട്രയാങ്കിൾ. സോ ദിസ് ഇസ് ദ ട്രയാങ്കിൾ. അതിൻ്റെ ഏരിയ എത്ര വരും? ഹാഫ് ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. സോ ഹാഫ് ഇൻറ്റു 40 × 60 അതാണ് ഏരിയ ആയിട്ട് വരുന്നത്. സോ 1200 mm². നൗ സെൻട്രോയിഡ്. സെൻട്രോയിഡ് എവിടെയാണ് വരുന്നത്? ഒരു ട്രയാങ്കിളിന് 1/3 h ഫ്രം ദ ബേസ്. ബേസിൽ നിന്ന് 1/3 ഓഫ് ദി ആൾട്ടിറ്റ്യൂഡ് അത്രയായിരിക്കും വരുന്നത്. സോ ഇവിടെ നിന്ന് ഈ ഹൈറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? 1/3 h. അപ്പോൾ അതിനകത്ത് നിന്ന് എക്സ് കോർഡിനേറ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അതായത് ഈ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 40 പ്ലസ് ഇതെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് 1/3 ഓഫ് 40 അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് 1/3 ഓഫ് 40 ആയിരിക്കും. സോ എക്സ് കോർഡിനേറ്റ് ഈസ് 40 പ്ലസ് 1/3 ഓഫ് 40. നോക്കിക്കേ, 40 പ്ലസ് 1/3 ഓഫ് 40. ഇനി അതിൻ്റെ വൈ കോർഡിനേറ്റ് എത്ര വരും? ഇവിടുന്ന് മുകളിലേക്ക് എത്ര വരും? ദിസ് മച്ച് ഹൈറ്റ്, ദാറ്റ് ഈസ് 1/3 ഓഫ് ദിസ് ആൾട്ടിറ്റ്യൂഡ്.
അപ്പോൾ നമ്മൾ എപ്പോഴും സെൻട്രോയിഡ് മെഷർ ചെയ്യുന്ന ട്രയാങ്കിളിൻ്റെ 1/3h എന്ന് പറയുന്നത് ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ y കോർഡിനേറ്റ് നോക്കുന്ന സമയത്ത് 1/3 ഓഫ് ദിസ് ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. സോ 1/3 ഓഫ് 60. So G2 is 40 plus 1/3 of 40 and 1/3 of 60. That is 53.33 and 20. അതിനെ നമ്മൾ x2 y2 എന്ന് വിളിക്കുന്നു. ഇനി പോർഷൻ 3 സർക്കിൾ. സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു 20 സ്ക്വയർ 1256.64 മില്ലിമീറ്റർ സ്ക്വയർ. അതിൻ്റെ സെൻട്രോയിഡിൻ്റെ പൊസിഷൻ നമുക്ക് അറിയത്തില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മളതിനെ എക്സ് ബാർ വൈ ബാർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 3 പോർഷനും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രോയിഡ് ഓഫ് ദ ഹോൾ ലാമിന എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്കറിയാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു a1x1 പ്ലസ് a2x2 മൈനസ് a3x3. എന്തുകൊണ്ടാണ് മൈനസ് വന്നേക്കുന്നത്? കാരണം ആ സർക്കുലർ പോർഷൻ അതിൽ നിന്ന് റിമൂവ് ചെയ്യുവാണ്, അതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 പ്ലസ് a3. സോ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് ഈ x3 ആണ്. x3ക്ക് പകരം നമ്മൾ എക്സ് ബാർ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ. G3യുടെ കോർഡിനേറ്റ് എക്സ് ബാർ വൈ ബാർ ആണ്. സോ a1 x1 അറിയാം, a2 x2 അറിയാം, a3 അറിയാം, x3യുടെ വാല്യൂ എക്സ് ബാർ. താഴെ a1 a2 a3 എല്ലാത്തിൻ്റെയും വാല്യൂസ് അറിയാം. അപ്പോൾ ഈ എക്സ് ബാർ മാത്രം രണ്ടിടത്ത് അൺനോൺ ആയിട്ട് ഇട്ടിട്ട് ബാക്കി ഇക്വേഷൻ ഫോം ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഇക്വേഷൻ കിട്ടുന്നത്. അതിനകത്ത് എക്സ് ബാർ മാത്രമേ അൺനോൺ ആയിട്ടുള്ളൂ. യു ക്യാൻ ഈസിലി സോൾവ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ് ബാർ. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 31.11 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ എക്സ് ബാറിൻ്റെ വാല്യൂ കിട്ടി. എക്സ് ബാർ എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ് ആക്ച്വലി? നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്റർ ആൻഡ് ലാമിനയുടെ സെൻട്രോയിഡ്. അപ്പോൾ രണ്ടും ഒരേ പോയിന്റ് ആവാനായിട്ട് എന്തുമാത്രം കോർഡിനേറ്റ്, ഏത് കോർഡിനേറ്റിലായിരിക്കണം ആ സെൻറ്റർ വരേണ്ടത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള എക്സ് ബാർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ഇൻ ദ സിമിലർ വേ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വൈ ബാർ ഓൾസോ. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വൈ ബാർ ഓഫ് ദ ഹോൾ ലാമിന? വൈ ബാർ ഇസ് ഈക്വൽ ടു a1 y1 പ്ലസ് a2 y2 മൈനസ് a3 y3 ബൈ a1 പ്ലസ് a2 പ്ലസ് a3. y3ക്ക് പകരം നമ്മൾ കൊടുക്കേണ്ടത് y ബാർ ആണ്. അപ്പോൾ ബാക്കി എല്ലാ വാല്യൂസും നമുക്കറിയാം. സോ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് കഴിയുമ്പോൾ y ബാർ മാത്രം അൺനോൺ ആയിട്ടിരിക്കും. സോ യു ക്യാൻ ഈസിലി സോൾവ് ഫോർ ദ വാല്യൂ ഓഫ് y ബാർ വിച്ച് ഇസ് 26.67 മില്ലിമീറ്റേഴ്സ്. സോ നമുക്ക് എക്സ് ബാറും y ബാറും കിട്ടി. അത് എവിടെ നിന്നാണുള്ള ഡിസ്റ്റൻസ് ആണിത്? ഫ്രം ദ റെഫറൻസ് ആക്സിസ്. അപ്പോൾ റെഫറൻസ് ആക്സിസിൽ നിന്ന് 31.11 എക്സ് ആക്സിസിലും 26.67 വൈ ആക്സിസിലും മാറിക്കിടക്കുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് സെൻട്രോയിഡ് ആയിട്ട് വരേണ്ടത്. അതേ പോയിന്റ് തന്നെയായിരിക്കും ഈ സർക്കിളിൻ്റെ സെൻറ്ററായിട്ടും വരുന്നത്. അപ്പോൾ ആ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് സെൻട്രോയിഡൽ ആക്സിസും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. സോ എക്സ് ആക്സിസിൽ 31.11 ആൻഡ് വൈ ആക്സിസിൽ 26.67. 31.11 ആൻഡ് 26.67 ഇതാണ് സെൻട്രോയിഡ് ഓഫ് ദ ലാമിന ആൻഡ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതുവഴി പാസ് ചെയ്യുന്ന ആക്സസ് ആണ് സെൻട്രോയിഡൽ ആക്സിസ്. പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് തന്നേക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സോ ദാറ്റ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ യൂണിഫോം ലാമിന ഷോൺ ഇൻ ഫിഗർ റിമെയിൻസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ റെക്ടാങ്കിൾ ABCD. സോ ABCD എന്ന് പറയുന്ന റെക്ടാങ്കിളിൻ്റെ സെൻറ്ററിലായിരിക്കണം ഈ ഹോൾ ലാമിനയുടെ സെൻട്രോയിഡ് വരേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഈ എക്സിന് എന്തുമാത്രം വാല്യൂ വന്നാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം ഈ പ്രോബ്ലം കൂടെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.